ഏവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് സംഗീതമുണ്ട് എൻ്റെ കൂടെ. ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. അപ്പം ദേശീയപാതയിലെ വികസനങ്ങളും ഒക്കെ കണ്ട് നമുക്കൊരു ചെറിയ യാത്ര ആരംഭിക്കാം. ഓക്കെ. ഹൈവേയുടെ കിഴക്ക് സൈഡിലെ കനാലൊക്കെ എല്ലാ സൈഡും മിക്കവാറും പൂർത്തിയായിട്ടുണ്ട്. ചേപ്പാണ്ടിലെ ചില കാഴ്ചകളുണ്ട്. ഒരു വലിയ ഇവിടെ ആക്സിഡന്റ് നടന്നു. ഒരു ഹുണ്ടായിയുടെ ക്രെറ്റയാന്ന് തോന്നുന്നു. നല്ലൊരു ആക്സിഡന്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. രാത്രികാലങ്ങളിലെ ഇവിടുത്തെ യാത്ര റോഡൊക്കെ ഈ ചിലയിടത്തൊക്കെ നാരോ ആവുന്നതുകൊണ്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാത്രിയിലുള്ള യാത്രകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചേപ്പാടിയുടെ ഒരു ഈ സ്പാനുകളൊക്കെ ഇങ്ങനെ വലിയ പില്ലറുകളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കാണാം. ആംബുലൻസ് കണ്ട് ചീറിപ്പാഞ്ഞ് വരുന്നത് നമ്മുടെ ചേപ്പാട് പ്രശസ്തമായ ചേപ്പാട് ചർച്ചാണ്. ചേപ്പാട് ചർച്ചിൽ കണ്ട പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. ഇനി ഏതാണ്ട് ഇവിടുത്തെ കാഴ്ചകൾ പടിഞ്ഞാറ് സൈഡിലുണ്ട് ചർച്ച്. ഇവിടുന്ന് ചേപ്പാട് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ റോഡ് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. ഇവിടെ കുറേ ഡിവൈഡറുകളൊക്കെ വെച്ചിട്ടുണ്ട്. പണികളൊക്കെ നടക്കുന്നുണ്ട്. വലിയ JCB കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ തൂണുകളൊക്കെ ഏതാണ്ട് 5-10 തൂണുകൾ സ്പാനുകളൊക്കെ ഉയർന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-15-12 മീറ്ററോളം ഉയരത്തിലാണ് ഇവിടുത്തെ ഹൈറ്റ്. ഈ ഒരു സൈഡ് കാണുന്നത്. ഇനി ആ സൈഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ സൈഡ് ബ്ലോക്ക് ചെയ്യും. ഞായറാഴ്ച ആണ്ട് രാവിലെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടുന്ന് തേണ്ട ഇതിന്റെ ഈ ഓവർബ്രിഡ്ജ് തുടങ്ങുന്ന ഇവിടാണ്. ഇവിടുന്ന് ഇങ്ങനെ സ്പാനുകളല്ല, കോൺക്രീറ്റിൽ തന്നെ തീർത്ത വലിയ സ്ലാബുകളാണ് ഇവിടുന്ന് ഇങ്ങനെ വെച്ച് തുടങ്ങുന്നത്. വളരെ ടെക്നോളജി ഭയങ്കരമായ രീതിയിൽ ഉപയോഗിച്ചുള്ള വർക്കുകളാണ് NH ൽ നടക്കുന്നത്. അത് കാണേണ്ട ചില കാഴ്ചകളൊക്കെ തന്നെയാണ്. വേണ്ടി നമ്മുടെ പഴയ കട, ജ്യൂസ് കട, ക്യാപിറ്റൽ, എല്ലാവിധ ജ്യൂസുകളും കിട്ടുന്നൊരു കടയാണത്. മിഥിലാപുരി ഹോട്ടലൊക്കെ ഇപ്പം കാണാനില്ല. ഇവിടെ റോഡൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാനില്ല. അങ്ങനെ നമ്മുടെ ഏവൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഏവൂർ ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന റോഡാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുമ്പം ഈ റോഡ് ഇവിടെ തന്നെ ടാറിങ് കഴിഞ്ഞു കേട്ടോ. മുകളിലേ ഈ കുറെ ഭാഗം ടാറിങ് ഇപ്പൊ 2-3 മാസത്തോളമായി. മഴയ്ക്ക് മുമ്പ് അവര് മാക്സിമം ടാറിങ് ഒക്കെ തീർത്തിടുക. ശരിയാണ്, മഴ തുടങ്ങി കഴിഞ്ഞാൽ ഇത് മഴ പെയ്തു കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പൊ ഉപയോഗിച്ചു പോയി. അതുകൊണ്ട് അവര് ശരിക്കും രാമപുരം ക്ഷേത്രമാണ് ഇവിടുത്തെ ഒരു തർക്കം. ഇങ്ങനെ കോടതിയുടെ നടക്കുന്നൊരു ക്ഷേത്രത്തിന്റെ അവരുടെ ക്ലെയിം സംബന്ധിച്ച് ഇതൊക്കെ നടക്കുകയാണ്. കോടതിയിൽ വ്യവഹാരങ്ങളൊക്കെ നടക്കുകയാണ്. അവിടെ ക്ഷേത്രത്തിന്റെ കുറെ ആർച്ചുമൊക്കെ പോകും. അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ തെക്കോട്ട് വരുമ്പോൾ കാണുന്നത് പിന്നെ ഇപ്പൊ രാമപുരമാണ്. രാമപുരം ജംഗ്ഷനാണ്, ഹൈസ്കൂൾ ജംഗ്ഷനാണ് അടുത്ത് കാണുന്നത്. അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിന്റെ പകുതി ഭാഗം, പടിഞ്ഞാറ് ഭാഗം ഏകദേശം പണി, അണ്ടർപാസിന്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു കിടക്കുകയാണ്. വീണ്ടും ഇവിടെ ഇപ്പുറത്തെ കിഴക്ക് ഭാഗത്തെ പണികൾ തുടങ്ങുവാൻ വേണ്ടി ഇവിടെ ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ട്. കിഴക്ക് ഭാഗവും ഇപ്പൊ ഇവിടെ ഇത്രയുടെ ഏകദേശം പെട്ടെന്ന് തന്നെയാണ് ഇവിടുത്തെ വർക്കുകൾ തീർന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയുടെ ഡീവിയേഷൻ ആയി വെച്ചിട്ട് ഇവിടുന്ന് അടുത്ത വർക്കുകൾ ഇപ്പുറത്തെ കോൺക്രീറ്റ് കിഴക്കോട്ടുള്ള റോഡാണിത്. അതിന്റെ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോ ശരിക്കും ഒരു 2 മാസമായി ഹൈവേയുടെ കൂടുതൽ വ്ളോഗൊന്നും ചെയ്യാതായിട്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടുത്ത ദിവസം വരുന്നതാണ്. ഇനി ഏകദേശം പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. ഇനി നമ്മള് നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയുടെ നാട്, എന്നും പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് അവിടെ. കാര്യം മറ്റൊന്നുമല്ല, ഹൈവേ സംബന്ധിച്ചിട്ട് അവിടെ
എലിവേറ്റഡ് ഹൈവേ എന്ന ഒരു ആശയവും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കക്ഷികളും അവിടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാര്യം അത് ശരിക്കും അവിടെ കോളേജ്, പിന്നെ സ്കൂളുകള്, മറ്റ് വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്നിടമാണ്. അവിടെ എലിവേറ്റഡ് ഹൈവേയുടെ പണികൾ ഇപ്പോൾ തടസ്സം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു അവിടെ ഒരു ഇതിനെതിരെ ഒരു വേദിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ജനങ്ങളുടെ പിന്തുണയോടുകൂടി. അതെന്തായി എന്നറിയത്തില്ല, കാര്യങ്ങളൊക്കെ അങ്ങനെ ഓടുന്നു. ഇവിടെ വേണ്ട പമ്പിന്റെ ഭാഗമായി ഇപ്പം ഇവിടെ മേളിൽ ടാറിങ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം. അതുകൊണ്ട് ഇവിടെയൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് വണ്ടിയിലാണ്ട് കയറി കാണിക്കാൻ പറ്റത്തില്ല, തിരിച്ചു വരുമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഭാഗം നിർത്തിയൊക്കെ കാണിക്കാം. ഇവിടെ കണ്ട മേളിൽ നല്ല രീതിയിൽ ടാറിങ് ഉണ്ട്. ഇതിന്റെ പുറത്ത് ഒരു ലെയർ കൂടെ വരും. അപ്പൊ എത്ര ഹൈറ്റിലാണ് ഇപ്പൊ കിടക്കുന്ന ഈ ഹൈവേയിൽ നിന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 3 അടിയോളം ഹൈറ്റിലാണ് ഇപ്പൊ അത് പോകുന്നത്. ഈ ഹൈറ്റിൽ ഇപ്പൊ നമ്മൾ പോകുന്ന പാത്ത് കൂടി ആകുമ്പോൾ അടിപൊളി ഹൈവേ ആകും. നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഈ ദേശീയപാത 6 വരി എന്ന് പറയുന്നത്. ശരിക്കും 4 വരിയേ ഉള്ളൂ ആക്ച്വലി വരുന്നത്. ഈ ഡൈവേർഷൻ അതുപോലെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഒരു സൈഡ് വേ അങ്ങനെ അങ്ങ് പോകും. പിന്നെ കുറച്ച് ഭാഗങ്ങൾ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ 6 ലൈൻ കിട്ടും. എന്തായാലും ഒരു നല്ല കാഴ്ചയാണ്. എൽമെക്സ് ഹോസ്പിറ്റലാണ് ഇവിടെ വലത് ഭാഗത്ത്. കുറെ ക്യാമറകളൊക്കെ, പഴയ ക്യാമറകളൊക്കെ ഉണ്ട്. ഇപ്പം അതെല്ലാം ഇനി മാറ്റണം. പുതിയ ക്യാമറകളൊക്കെ വരും. പുതിയ ക്യാമറകളൊക്കെ വെക്കുമ്പം ഒരു കാര്യം ഈ സർക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിനകത്തിന്റെ വാഹനത്തിന്റെ മാത്രം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു ക്യാമറ അല്ല. ഇന്ന് മൊബൈലും അതുപോലെ ഒരു പെൻ ക്യാമറകൾ വളരെ രീതിയിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ലക്ഷങ്ങളും കോടികളും മുടക്കി കെൽട്രോണിന്റെ ഒക്കെ വലിയ ക്യാമറകൾ വെക്കുമ്പോൾ അതില് ഈ വാഹനത്തിന്റെ അല്ലാതെ ഒരു സംഭവം നടന്നാൽ ഒരു പിന്നെ കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ പിടിക്കാനും ഒക്കെ ഉള്ള രീതിയിൽ ഉപകരിക്കുന്ന, റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു ക്യാമറയാണെങ്കിൽ അത് വളരെ ഈ കേസ് പല കേസുകളുടെക്കും നിർണായകമായ തെളിവുകൾ ലഭിക്കുന്നതിനും ഒക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പല സംഭവങ്ങളിൽ ഇപ്പം റോഡിലെ ക്യാമറകളൊക്കെ ഈ ചില ആക്സിഡന്റുകൾ, ചില കൊലപാതകങ്ങൾ, ചില മോഷണ കേസുകളൊക്കെ തുമ്പുണ്ടാക്കാൻ പറ്റാത്ത ഈ ക്യാമറകളുടെ താഴെക്കൂടെ പോകുമ്പോഴും വണ്ടി നമ്പർ മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓവർ സ്പീഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വയലേറ്റ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ആ ക്യാമറകൾ ഇതൊക്കെ വരികയാണെങ്കിൽ നല്ലതാണ്. ഇവിടെ ഒരു അണ്ടർപാസ് ആണ്. അതായത് ഇത് ഈ എരിവ ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർപാസ് ഇവിടെ ഉണ്ട്. കായംകുളത്തിന് കൊറ്റുകുളങ്ങരയാണ് ഇവിടെ. കച്ചവടമൊക്കെ നടക്കുന്നത് സൺഡേ അല്ലേ. കായംകുളം മാർക്കറ്റിൽ വന്നാൽ ഒറിജിനൽ ബീഫ്, പോത്തിന്റെ ഇറച്ചി കറക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. അതുപോലെ കാള വേണ്ടവർക്ക് കാള പറഞ്ഞ് നമുക്ക് അതിന്റെ റേറ്റ് വ്യത്യാസമുണ്ട്. മറ്റെല്ലായിടത്തും പറഞ്ഞാൽ സംഭവം ബീഫ് എന്നും പറഞ്ഞൊരു സാധനം തന്ന് 400 രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഇപ്പം നല്ല ഇറച്ചി പോലും കിട്ടത്തില്ല. പക്ഷെ ഇവിടെ അതല്ല, നമുക്ക് ചവൊന്നുമില്ലാത്ത ഇറച്ചി കിട്ടുന്ന സ്ഥലമാണ് കായംകുളം മാർക്കറ്റ്. മാർക്കറ്റിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ്. അടുത്തതിന് കോളേജ് ജംഗ്ഷൻ ഒക്കെ വരികയാണ്. ഹൈവേ ഒക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു 100-300 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ടോളൊക്കെ നല്ല രീതിയിൽ വരും. പക്ഷെ അന്നേരം നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടും. റോഡ് നല്ല റോഡാകുമ്പോൾ
അങ്ങനെ ഒരു ലാഭം നമുക്ക് ഉണ്ടാവും. അപ്പം ടോള് ഗവൺമെന്റ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ കായംകുളത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ ഇവിടെ റോഡില് ഒരു സൈഡൊക്കെ ടാറിങ് ഒക്കെ ഫസ്റ്റ് ലെയർ ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഒരു സൈഡ് പണി നടക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ യഥാർത്ഥ കാര്യമൊന്നും ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു കെട്ടിയടച്ച ഒരു കായംകുളം ആകരുത് എന്നൊരാഗ്രഹമാണ് നമുക്ക് ഉള്ളത്. ഇപ്പോഴും പൊതുജനത്തിന്റെ താല്പര്യം കൂടെ നോക്കി ഇതൊക്കെ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ബഷീറിക്ക ദം ബിരിയാണിയാണ് ഇതിന് വലത് സൈഡില്. ഇപ്പോഴും പലപ്പോഴും പല എൻക്വയറി നമ്മളോട് പോലും വിളിച്ചു ചോദിക്കുന്ന ഒരു ഹോട്ടലാണ് ബഷീറിക്ക ദം ബിരിയാണി. നമുക്ക് ഒന്നുകൂടെ പോയി ചെയ്യണം അല്ലേ സംഗീത? ഒത്തിരി നാളായി അവിടെ പോയിട്ട്. എല്ലാവർക്കും കൂടെ ഓരോ ദിവസം നമുക്ക് പോയി ഫുഡ് കഴിച്ച് ബഷീർ ദം ബിരിയാണി ഒന്ന് ചെയ്യണം. പെട്രോള് തീരാറായി കാറില്. അടുത്ത പമ്പിലേക്ക് കയറണം. ഇവിടൊക്കെ വേണ്ട ഈ പ്രശ്നങ്ങളൊന്നും കായംകുളത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടൊക്കെ വേണ്ട റോഡിന്റെ പണി ഒരു സൈഡ് നടക്കുന്നുണ്ടല്ലോ. ബഷീർ ദം ബിരിയാണി അത് അന്നുണ്ട്, ഞായറാഴ്ചകളിലും ഉണ്ട്. എന്നോട് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് 3 ബിരിയാണി തരുമോ, 5 ബിരിയാണി പാഴ്സൽ തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് ഇവിടെ എന്താണ് സംഭവം, കുറച്ച് യൂത്തന്മാരൊക്കെ നിൽക്കുന്നു, എന്താണെന്നറിയില്ല. നമ്മളെ സ്വിഫ്റ്റ് പോകുന്നു, സ്വിഫ്റ്റ് KSRTC. ഇതാണ് കോളേജ് ജംഗ്ഷന്റെ തെക്ക് ഭാഗത്തുള്ള സിഗ്നലാണ്. ഇവിടെ കായംകുളത്തെ 2ആയി വെട്ടിമുറിച്ച പാർട്ടിക്ക് വോട്ടില്ല. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. പൊതുജനത്തിന് രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ നമ്മുടെ ആവശ്യങ്ങളല്ലേ നടക്കേണ്ടത്. അത് ഭരണപക്ഷം ചിലപ്പോൾ നാളെ പ്രതിപക്ഷമാകും, പ്രതിപക്ഷം ഭരണപക്ഷമാകും, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ കായംകുളത്ത് എത്തിയിരിക്കുകയാണ്. കായംകുളത്തിന്റെ കാഴ്ചകൾ കൊണ്ട് നമ്മുടെ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഇവിടുന്ന് ഇനിയും ചില ഫാമിലികളൊക്കെ നമ്മുടെ കൂടെ കയറും. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കും. കായംകുളം ബസ് സ്റ്റാൻഡ് എത്രയോ വർഷം മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിയ ബസ് സ്റ്റാൻഡാണ്. ഇനിയുള്ള ബസ് സ്റ്റാൻഡ് വന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരിക്കും. ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒരു സൗന്ദര്യവും ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ ലുക്കേ മാറി. എല്ലാം കൊമേഴ്സ്യൽ പർപ്പസ് ആണ് ഇപ്പം ബസ് സ്റ്റാൻഡുകളെല്ലാം തന്നെ. അങ്ങനെ നമ്മൾ കായംകുളത്ത് എത്തിയിരിക്കുകയാണ്. ഈ വ്ളോഗ് ഇവിടെ അല്പസമയങ്ങൾക്കുള്ളിൽ അവസാനിക്കും. ഇവിടെ ശരിക്കും KSRTC ബസ്സൊക്കെ തിരിഞ്ഞു പോകുന്നതൊക്കെ ഈ ഹൈവേ പണി കഴിയുമ്പോൾ എങ്ങനെയാകുമെന്നൊന്ന് കണ്ടറിയണം. അങ്ങനെ കുഞ്ഞമ്മയും ചിറ്റപ്പനും ഞങ്ങളുടെ കൂടെ വരികയാണ്. ഇതാണ്ട് അവരിവിടെ നിപ്പുണ്ട്. അതാണ് കുഞ്ഞമ്മയും ചിറ്റപ്പനും. ഞങ്ങളൊരു എൻഗേജ്മെന്റിന് പോവുകയാണ്. കുഞ്ഞമ്മ ചിറ്റമ്മ വരുന്നില്ല. കുഞ്ഞമ്മ അല്ല ഒരുങ്ങിയൊക്കെയാണല്ലോ വന്നേക്കുന്നത്. അല്ല എന്താ വനിയത്തിയുടെ മോന്റെ നിശ്ചയത്തിനാകൊണ്ട് ഒരുങ്ങിയൊക്കെ വന്നേക്കുന്നു.